ഇതാന്ന് പറഞ്ഞാൽ ഭൂ ഇന്ത്യാഗ്രോ ഭൂ അസ്ര സൂപ്പർ സർട്ടിഫൈഡ് ഫോർ ദ ഓർഗാനിക് അഗ്രികൾച്ചർ. ഇത് ഓർഗാനിക്കാണ്, കെമിക്കൽ എഫക്റ്റ് അല്ല. നമ്മളിപ്പോൾ രാസവളം കുത്തുന്ന പൊടിയെന്ന് പറഞ്ഞാൽ എല്ലാം കെമിക്കലാണ്, ഇത് കെമിക്കലല്ല. ഭൂ അസ്ര സൂപ്പറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വേരോട്ടം നടക്കും, വേരിലെ ഫംഗസിനെ കളയും. നമ്മളിപ്പോൾ എവിടെ നിന്ന് പോയി ബസ്സിലൊക്കെ വന്നാൽ യാത്ര ചെയ്താൽ നമ്മൾ ഡെറ്റോൾ അത് ലോഷൻ കൈ കഴുകുന്നില്ലേ കോവിഡിൻ്റെ സമയത്ത്? പിന്നെ അതന്നെ ആയിരുന്നല്ലോ നമുക്കില്ല പണി. പക്ഷേ അതേപോലെ ഇതിന് ഫംഗസുകൾ ഉണ്ടായി, വേരിന് ഫംഗസുകളിൽ കളഞ്ഞിട്ട് വേരോട്ടം ഗ്രോത്ത് നന്നായിട്ട് നടക്കും. അത് മാത്രമല്ല ഇറിഗേഷൻ സിസ്റ്റത്തിൽ വെള്ളത്തിൻ്റെ ഈർപ്പത്തെ നിലനിർത്തും, വെള്ളത്തിൻ്റെ ഈർപ്പത്തെ നിലനിർത്തും. പിന്നെ എന്താ വെച്ചാൽ ഈ വെള്ള ശരീരവും ചുവന്ന തരിവില്ല നമ്മുടെ ചിങ്ങം വീഴും. നമ്മൾ തടത്തിലുപ്പാൻ്റെ തോട്ടത്തിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഭാസ്കരനെ ആക്കിയിട്ട് ഒന്ന് കൊത്തുമ്പോൾ ചിലപ്പം അപ്പം തന്നെ 5-6 തുള്ളി വരും. അപ്പോൾ ആ കാക്ക വഴി എന്ത് കുസാലെന്നെ കാക്ക അപ്പം തന്നെ കാക്കക്കൊന്ന് മങ്ങലും തന്നെ ഒരു 5-8 കിട്ടിയാൽ അങ്ങനെ എന്താക്കും, നമ്മൾ കൊണ്ടുപോകും. അപ്പം അതെന്താക്കും, ഈ അടിനി മുകളിലേക്ക് വരാൻ പറ്റില്ല. ഒരു വാഴക്ക് നമ്മൾ ഇട്ടാൽ ഒന്നും വാഴ മുകളിലേക്ക് വരുന്നില്ല, ഒന്നും കഴിക്കുന്നേ ഇല്ല. വാഴ പൊച്ച് മതി, വാഴ മതി പൊച്ച് നമ്മൾ നീക്കുമ്പോൾ അതിൻ്റെ അടിയിലുണ്ട് നീര് പൊച്ചിട്ട് അതിൽ ഈ വെള്ള ശരീരം ചുവന്ന തരില്ല ഈ സാധനം അതിനിട്ട് നശിപ്പിച്ചിട്ട് പിന്നെന്ത് ചെയ്യും? ഭൂവസ്ത്ര സൂപ്പർ ഭൂമിരാസ്ത്രം ഇത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് മണ്ണിരനെ നിലനിർത്തും, മണ്ണിരനെ നിലനിർത്തും. എന്നിട്ട് ബാക്കി വേണ്ടത് സകലനത്തിന് നശിപ്പിച്ചിട്ട് നല്ല ഗ്രോത്ത് ഉണ്ടായിട്ട് ഇറിഗേഷൻ സിസ്റ്റം നേരെ നിർത്തിയിട്ട് ഇതങ്ങോട്ട് നല്ല ഉഷാറായി വരും. ഇതും അതും കൂടി ചെയ്താൽ പിന്നെ പറയണ്ട. തെങ്ങിനെല്ലാം 30 ഗ്രാം 40 ഗ്രാം 50 ഗ്രാം വരെ ഉപയോഗിക്കുക. നിങ്ങൾക്ക് തെങ്ങിൻ്റെ മണ്ടക്കൊരു രോഗം പോലെ കാണുന്നുണ്ടെങ്കിൽ 60 ഗ്രാം ഉപയോഗിക്കുക. 30 മതി. രോഗം നല്ലോണം ഉണ്ടെങ്കിൽ 60 വരെ ഉപയോഗിക്കുക. സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, ഓർഗാനിക് ആണ് സംഭവം. ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. താങ്ക് യു.